ശ്രീ റെജി, എന്തായാലും നേതാക്കളുടെ അറിവോടെ അല്ല ഇതെന്ന് പറയുവാൻ തീരെ സാധിക്കുകയില്ല. കാരണം വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഇതിനായി രൂപീകരിച്ചിരിക്കുന്നു. ഈ കേരള യാത്ര എന്നൊക്കെ പറഞ്ഞ് രമേശ് ചെന്നിത്തല പുതിയൊരു പോർമുഖം തുറക്കുന്നു. അതുപോലെ തന്നെ KC-ക്ക് വേണ്ടിയും ഇതേ രീതിയിൽ തന്നെ പോസ്റ്ററുകളും വീഡിയോകളും ഒക്കെ പ്രചരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? നോക്കൂ ശ്രീ മഞ്ജുഷ്, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ഫലം കാത്തിരിക്കുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ ജനങ്ങളെല്ലാം, കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചകമാണ് മുഖ്യമന്ത്രി. UDF അധികാരത്തിലെത്തിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള സോഷ്യൽ മീഡിയയിലെയും ഒക്കെ ഉള്ള ചർച്ചകൾ. നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, UDF എന്ന സംവിധാനം രൂപപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ കാണുന്നത് VD സതീശനായുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. ആ വാട്സാപ്പ് ഗ്രൂപ്പിലെ കുറെ കാര്യങ്ങൾ ചോർന്നിരിക്കുകയാണ്. അവിടെ KC വേണുഗോപാലിന് എതിരെ വരുന്ന പരാമർശങ്ങളാണ് ആ കാണുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് 3 പേർക്കുമായുള്ള ഈ സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾ നടക്കുന്നത്. ഇത് കോൺഗ്രസിൽ മുൻപും ചക്രത്തിപ്പോരുണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഈ ജനവിധി ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി തർക്കം, അതും പരസ്യമായിട്ട്. നോക്കൂ, കേരളത്തിലെ 2 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ UDF സംവിധാനം രൂപീകരിച്ചതിന് ശേഷം 8 തവണ കോൺഗ്രസ് UDF-ൻ്റെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന രീതി കേരളത്തിൽ അവലംബിച്ചിരുന്നു. ആ സംവിധാനം മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതായത് UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നതിന് വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട്, സുതാര്യമായ രീതിയുണ്ട്, ജനാധിപത്യപരമായ മാർഗങ്ങളുണ്ട്. 1947 മുതൽ 67 വരെ, അതായത് കോയലീഷൻ പോളിറ്റിക്സ് വരുന്നതിന് മുമ്പ് വരെ എത്രയോ മുഖ്യമന്ത്രിമാരെ ഇന്ത്യ മഹാരാജ്യത്ത്. ശരിയാണ്, പക്ഷേ അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. അപ്പോൾ എവിടെ ഏത് രീതിയിൽ ഇതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്യണമെന്ന് ഈ 3 നേതാക്കൾക്കും അറിയാം. അതാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി പരമാവധി പ്രചാരണം കൊടുക്കുക, ഞാനാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ. ആ പോസ്റ്ററുകൾ കാണുമ്പോഴേ അറിയാമല്ലോ, ചെന്നിത്തലയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത പോസ്റ്ററുകൾ ഇന്നലെ ഒരുപാടെണ്ണം ഒരേ സമയത്ത് തന്നെ റിലീസായിരുന്നു. OC-യുടെ ദൗത്യം പൂർത്തിയാക്കാൻ ഇതാ RC വരുന്നു, മാധ്യമപ്പടയല്ല, വാഴ്ത്തുപാട്ടുകാരല്ല, പോരാട്ടങ്ങളുടെ തമ്പുരാൻ എന്ന രീതിയിൽ ചെന്നിത്തലയ്ക്ക് വേണ്ടി അടുത്ത പോസ്റ്റർ. ഇത് കൂലിപ്പടയാളികളല്ല, പോരാളികളാണ് നായകനാകുന്നത്, RC കേരളം നയിക്കും. ഇതുപോലെയുള്ള പോസ്റ്ററുകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വെട്ടുന്നതിന് വേണ്ടി സതീശൻ ക്യാമ്പ് അടുത്തത് ഇറക്കും, KC-യുടെ ക്യാമ്പ് ഇറക്കും. ഇത് പരിഹാസ്യമാവുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിൽപ്പെട്ട്. ഈ 3 പേരും മാത്രമല്ല കേട്ടോ, മറ്റ് നേതാക്കൾക്ക് വേണ്ടിയും ഏറിയും കുറഞ്ഞുമുണ്ട്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി പോസ്റ്ററുകൾ വരുന്നുണ്ട്, ശശി തരൂരിന് വേണ്ടി വരുന്നുണ്ട്. നോക്കൂ, ശശി തരൂരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ശശി തരൂരിൻ്റെ വളരെ പ്രശസ്തമായ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? വീട് പണി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം മതി ഫർണിച്ചർ വാങ്ങുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് UDF-ന് വ്യക്തമായ ഭൂരിപക്ഷം ലഭ്യമാകുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുകയും അതിനെ തുടർന്ന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടി ചട്ടങ്ങളിലേക്ക് പോവുക എന്നുള്ളത്. ഇപ്പോഴേ അത്തരത്തിലുള്ള ഒരു ചർച്ച KC വേണുഗോപാലിനുള്ളതാണ് ഈ കാണുന്നത്. ശരി, നോക്കൂ, അപ്പോൾ ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു ചർച്ച കോൺഗ്രസ് തന്നെ വിലക്കിയിട്ടുണ്ട്. അതൊരു അനാവശ്യ ചർച്ചകളാണ്, അല്ലെങ്കിൽ അതൊരു പ്രസക്തിയില്ലാത്ത ഒന്നാണ് എന്ന് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും പലപ്പോഴും അത് സൂചിപ്പിക്കുകയും അണികളെ അത്തരത്തിൽ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 2 കോടി വോട്ടർമാരുടെ മനസ്സിലുള്ള എല്ലാവരെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. 1000 അണികൾ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് വേണ്ടി തന്നെ ഇവർ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ശ്രീ B. റെജി. കാരണം ഇത് ഒരു സംശയമില്ല ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ എനിക്കും ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട് പലതവണയും, ഈ നേതാക്കളൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്ന്. പക്ഷേ ഈ നേതാക്കളുടെ അനുയായികൾ തന്നെ വിളിച്ചു പറയുന്നു ഓരോ പോസ്റ്ററുകളും ഇറക്കുമ്പോൾ അത് ആരുടെ പ്രേരണയിലാണ് വരുന്നത് എന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം അറിയാം, മാധ്യമങ്ങൾക്ക് ഒക്കെ അറിയാം, താങ്കൾക്കും അറിയാം ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്, ഓരോ പോസ്റ്ററുകൾക്കും ഈ പറയുന്ന വീഡിയോകൾക്കും പിന്നിലുള്ളത് എന്ന്. ശ്രീ ജേക്കബ് ജോർജ്, KC വേണുഗോപാലിന് വേണ്ടി എന്തിനാണ് ഈ പ്രചാരണം നടക്കുന്നത്? ഇപ്പോൾ VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ആണെങ്കിൽ നമുക്ക് പോട്ടെ, അവർ 2 പേരും മുഖ്യമന്ത്രി പദവിക്ക് അർഹരാണ് എന്ന് പറയാം. KC വേണുഗോപാലിന് എന്ത് അർഹതയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ വരുവാനുള്ളത്? ഡൽഹിയിൽ നിന്ന് ലാൻഡിംഗ് കാത്തു നിൽക്കുകയാണ്. മറ്റൊരു കാര്യമുണ്ട്, ഈ സ്ഥാനാർത്ഥി നിർണയം നടന്നപ്പോൾ KC-ക്കായിരുന്നു മുൻഗണന കിട്ടിയിരുന്നത്. ഈ പറയുന്ന ഇപ്പോൾ മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ KC-ക്ക് വേണ്ടി കൈപൊക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ KC പറയുന്ന കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഈ നടക്കുന്ന മുഖ്യമന്ത്രി പദവിക്കായുള്ള ചർച്ചകളിൽ ഞാൻ തൽപരൻ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി പദവിക്ക്
തനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയുന്നില്ല. ചർച്ചകളിൽ താല്പര്യമില്ല എന്നാണ്. എന്തൊക്കെ കാണും. അല്ല, കെ.സി. വേണുഗോപാൽ മുതിർന്ന നേതാവാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ മുഴുക്കയും ചിലവുകൾ, നേതൃത്വം, കാരണം ഒരു നേതാവ് വേണമല്ലോ, അതൊക്കെ വഹിച്ചത് കെ.സി. വേണുഗോപാലാണെന്നാണ്. കെ.സി. വേണുഗോപാൽ വന്നാൽ കേരളം മാറും എന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ വരുന്നത് അദ്ദേഹത്തിന് തന്നെ അല്ലല്ല, ഞാൻ പറയട്ടെ മഞ്ജുഷേ, അതാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ളതാണ് ആ ന്യായവാദത്തിൻ്റെ, അവകാശവാദത്തിൻ്റെ ഒരു കാതലായ ഒരു കാരണം. അവർ തന്നെ പറയുന്നത് അതാണ്. തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. കാരണം ഒരു ഇലക്ഷന് ചില്ലറ കാശൊന്നുമല്ല. ഓരോ 140 മണ്ഡലങ്ങളിലേക്കും പൈസ കൊടുക്കണം, എല്ലാവർക്കും കാശ് കൊടുക്കണം. അതിനൊരു ഫണ്ടിങ് ഏജൻസി വേണമല്ലോ, ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ. ഈ പോസ്റ്ററിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കെ.സിക്ക് തന്നെ നാണം തോന്നുന്ന ഒരു പോസ്റ്റർ ആയിരിക്കും അത്. ശരി, ഇത് പക്ഷേ നാണം കെട്ട ഏർപ്പാടായിപ്പോയി. കോൺഗ്രസ് അത് തിരഞ്ഞെടുപ്പ് ഫലം ഇനിയും കിടക്കുന്നു 10 ദിവസം കൂടി. 10 ദിവസം കൂടി കഴിഞ്ഞെങ്കിലേ ഈ പെട്ടി പൊട്ടിക്കുകയുള്ളൂ, എങ്കിലേ അറിയത്തുള്ളൂ. അതിനു മുമ്പ് തന്നെ കയറി ഇങ്ങനെ 3 പേർ, പ്രധാനമായിട്ടും 3 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം തുടങ്ങുന്നത് മഹാനാണക്കേടാണ്. വോട്ട് ചെയ്തവരോട് കാണിക്കുന്ന അപമര്യാദയാണ്. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. അപ്പോൾ ഈ OC-യുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്ന് പറയുമ്പോൾ ശരിയാണ്, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തോളോടി തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ്. തർക്കമുണ്ടായിരുന്നു അവർ തമ്മിൽ. 2011 മുഖ്യമന്ത്രിയാകാൻ തനിക്കും അർഹതയുണ്ട് എന്ന് രമേശ് ചെന്നിത്തല വിശ്വസിച്ചിരുന്നു. തന്നെ നായരായി ബ്രാൻഡ് ചെയ്താണ് എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഒരു വേള ഒരു അധികാരമാറ്റം ആ 5 വർഷത്തിനിടയിൽ ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല സ്വപ്നം കണ്ടിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുവാൻ അദ്ദേഹം ഇപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷേ അന്ന് ആ മുഖ്യമന്ത്രി പദവി അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ OC-യുടെ പാത പിന്തുടരുവാൻ RC എന്ന രീതിയിൽ ശരി അത്തരം പോസ്റ്ററുകൾ, മറ്റു ചില പോസ്റ്ററുകളും ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഉമ്മൻചാണ്ടി ഏത് രീതിയിലാണ് ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്നത് അതുപോലെയാണ് കെ.സി. വേണുഗോപാൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഉച്ചവെയിലിൽ കിടന്നുറങ്ങും, ഇല്ലേ, ഭക്ഷണമില്ലാതെ. ശരി ശ്രീ. അതെ, കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്ക് ശേഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു, യാതൊരു സംശയമില്ല. നമ്മളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഒരു ഗവൺമെൻറ് മാറി വേറൊരു ഗവൺമെൻറ് വരുമ്പോൾ അത് മറ്റേ എതിർകക്ഷിയാണെങ്കിൽ, കേരളത്തിൽ അങ്ങനെയാണല്ലോ, മാറി ഓരോ തവണയും മാറി വരുന്ന ഭരണം. ഒരു തവണ UDF ആണെങ്കിൽ മറുതവണ അടുത്ത തവണ LDF, ഇങ്ങനെ കൃത്യമായ ഇടവേളകളിലാണ് നമ്മൾക്ക് ഈ ഭരണമാറ്റം ഉണ്ടായിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല കിട്ടിയില്ല? അത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉള്ളവർ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കോൺഗ്രസ് മുന്നണിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, UDF തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. അതാണ് കാരണം, അതിന് പ്രകടമായ കാരണം. അല്ലെങ്കിൽ ആ ഭരണം കിട്ടിപ്പോയേനെയും. അത് ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രകടമായ മാറ്റം വരുത്തി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.